ഇന്നലെ സർക്കാരിൻ്റെ DA സംബന്ധിച്ചും ഹൈക്കോടതിയിൽ സർക്കാർ കൊടുത്തൊരു അഫിഡവിറ്റിനെ കുറിച്ചും ഞങ്ങൾ വീഡിയോ ചെയ്തിരുന്നു. ഇന്നലത്തെ എല്ലാ പത്രങ്ങളിലും മാധ്യമങ്ങളിലും അതിനെ സംബന്ധിച്ച് വാർത്ത വന്നതിൻ്റെ ഭാഗമായി ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ ഒരു പത്ര സമ്മേളനം പോലെ നടത്തി. ഒരു ചെറിയ സമ്മേളനമാണ്, ഒരു ബൈറ്റ് കൊടുക്കുന്ന പത്രസമ്മേളനം നടത്തി. അതിൽ അദ്ദേഹം ശക്തമായ 2 നുണകൾ പറഞ്ഞു. ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. തോമസ് ഐസക്കിനെ പോലെ ഡോക്ടർ തോമസ് ഐസക് ആയിരുന്നെങ്കിൽ ആ നുണ പറയത്തില്ലായിരുന്നു. തോമസ് ഐസക് സത്യം പറഞ്ഞ് ആളുകൾക്ക് സത്യം മനസ്സിലാക്കാത്ത രീതിയിൽ പറയുമായിരുന്നു. അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ശൈലി. സത്യം പറയും, പക്ഷേ ആ സത്യം ആളുകൾക്ക് മനസ്സിലാവില്ല. അവർ സത്യമാണെന്ന് ധരിച്ച് കൈയടിച്ചോളും. ഇന്നലെ പക്ഷേ അങ്ങേക്ക് ഈ മെയ്വഴക്കമില്ലാത്തതുകൊണ്ടായിരിക്കാം 2 നുണകൾ അങ്ങ് പറഞ്ഞു. 2 പച്ച നുണയാണ്. ഇന്നലെ ഞാൻ സെക്രട്ടേറിയറ്റ് വഴി പോയപ്പോൾ 2 സമരം കണ്ടു. ഒന്ന് ഭരണകക്ഷിക്കാരുടെ ഒരു സമരം, അവർക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് KSTA പോലുള്ള ഒരുപാട് കുഞ്ഞു സംഘടനകൾ, കുഞ്ഞു ഗ്രൂപ്പുകൾ, വലിയ സംഘടനകളാണ്, കുഞ്ഞു ഗ്രൂപ്പുകൾ 10 പേർ 20 പേർ വീതം ബാനറും പിടിച്ച് മുദ്രാവാക്യം വിളിച്ചു പോകുന്നു. അവർ വിളിക്കുന്ന മുദ്രാവാക്യം കേട്ടാൽ എത്ര അടിമകളാണ് മനുഷ്യരെന്ന് തോന്നും. വളരെ വികലമാണ് വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ. എയറിൽ ആരോടോ ഇപ്പം സാമ്രാജ്യത്വവും വിളിക്കുന്ന കേട്ടാൽ തോന്നും അമേരിക്കൻ സാമ്രാജ്യത്വവും ആഗോളവൽക്കരണവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ശരിയായിട്ട് നമുക്ക് DA കിട്ടിയാൽ മതി എന്നുള്ള തരത്തിലുള്ള മുദ്രാവാക്യങ്ങളും പിന്നെ ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒരു പഞ്ചദിന സമരമൊക്കെ അവിടെ നടക്കുകയാണ്. നിങ്ങളെല്ലാവരും സ്വപ്നലോകത്തെ ബാലഭാസ്കരന്മാരാണ്. യാഥാർത്ഥ്യമായി പൊരുത്തമില്ലാതെയാണ് ഈ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. എന്താണ് കേരളത്തിലെയും ഇന്ത്യയിലെയും സിവിൽ സർവീസിൽ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ പഠിക്കുന്നില്ല. ഇവിടെ കരാർ ജോലിക്കാരുടെ കഥ ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ കേന്ദ്രത്തിലും അങ്ങനെയല്ലേ, താങ്കൾ സംഘിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ വന്നിട്ടുള്ളത്. കേന്ദ്രത്തിലും അങ്ങനെ തന്നെയാണ്. ഞാൻ രാജ്യത്തെ മൊത്തത്തിലാണ് ചർച്ച ചെയ്യണം എന്ന് നിങ്ങളോട് എപ്പോഴും പറയുന്നത്. 2 കള്ളമാണ് ഇന്നലെ മന്ത്രി പറഞ്ഞത്. ഒന്ന്, ഈ നാളിതുവരെയുള്ള കൊടുത്തതെല്ലാം കൃത്യമായി കൊടുക്കാനുള്ളതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ 1/7/2019 ഈ ഡേറ്റ് പെൻഷൻ പറ്റിയ മുഴുവൻ ആളുകളും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയനും അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞ് വയസ്സുകാലത്ത് മുദ്രാവാക്യം വിളിക്കാനും വരട്ട് തത്വവാദം പറഞ്ഞാൽ അത് കേട്ടാൽ കൈയടിക്കാനും നടക്കുന്ന പ്രിയപ്പെട്ട സീനിയർ സിറ്റിസൺസ് പഠിക്കേണ്ട അല്ലെങ്കിൽ കേൾക്കേണ്ട ഒരു വാക്കാണ്, ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. 1/7/2019 പേ റിവിഷൻ വന്നപ്പോൾ പേ റിവിഷനുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചിട്ട് 28/2/2021 വരെയുള്ള അരിയർ കൊടുക്കുന്ന, അതായത് 1/7/2019 28/2/2020 ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള സമയം 2 വർഷക്കാലത്തെ പേ റിവിഷൻ കാലമാണ്. അപ്പോൾ ആ സമയത്തെക്കുറിച്ചുള്ള അരിയർ 4 ഗഡു കൊടുക്കാനുള്ളത് സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്ക് 4 ഗഡുവും കൊടുത്തു. പെൻഷൻകാർക്ക് 2 ഗഡുവേ കൊടുത്തോളൂ. 4 ഗഡു കൊടുത്തു എന്ന് പറഞ്ഞാൽ PF ലയിപ്പിച്ചൊക്കെയാണ് കൊടുത്തത്. പക്ഷെ പെൻഷൻകാർക്ക് 2 ഗഡു മാത്രമേ കൊടുത്തുള്ളൂ. അത് 21 ശേഷം റിട്ടയർ ചെയ്തവർക്ക് കാശായിട്ടും ബാക്കിയുള്ളവർക്ക് പിന്നെ PF ലയിപ്പിക്കുകയൊക്കെയാണ് ചെയ്തത്. പക്ഷെ അത് കള്ളമാണ് പറഞ്ഞത്. എല്ലാവർക്കും കൊടുത്തു എന്ന് ബാലഗോപാൽ പറഞ്ഞത് പച്ച കള്ളമാണ്. ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എത്ര മാന്യമായിരിക്കും. അല്ലെങ്കിൽ അതങ്ങനെയായിരുന്നു എന്ന് പറയേണ്ടിയിരുന്നു. അതിൽ ഒരു കള്ളമുണ്ട്. രണ്ടാമതൊരു കള്ളം പറഞ്ഞത് കോടതിയിൽ അങ്ങനെ മറുപടി കൊടുക്കാൻ പറ്റൂ, അല്ല, താങ്കൾക്ക് അറിയാഞ്ഞിട്ടാണ്. താങ്കൾ നിയമവിദഗ്ധരുമായിട്ട് കൂടി ആലോചിക്കുക. കോടതിയിൽ അഫിഡവിറ്റ് മറ്റൊരു തരത്തിൽ കൊടുക്കാമായിരുന്നു. നിങ്ങൾ കോടതിയിൽ കൊടുക്കേണ്ടിയിരുന്ന അഫിഡവിറ്റ് അത് വിവരമില്ലായ്മയുടെ ഒരു അഫിഡവിറ്റാണ് നിങ്ങൾ കൊടുത്തത്. കോടതിയിൽ കൊടുക്കേണ്ടിയിരുന്ന ഒരു അഫിഡവിറ്റ് ഇത് ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് അല്ല, സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് സാവകാശം വേണം എന്ന് പറഞ്ഞെങ്കിൽ എത്ര മനോഹരമായിരുന്നു. സ്റ്റാറ്റ്യൂട്ടറി നിയമപരമായ ഒരു അവകാശം അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചുള്ള ഒരു അവകാശമുണ്ട് എന്ന് നിങ്ങൾ കോടതിയിൽ പറയുന്നതിന് പകരം അവകാശമില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കോടതിയിലും സ്യൂട്ട് സമർപ്പിക്കാനും റിട്ട് സമർപ്പിക്കാനും അറിയില്ല എന്നതുള്ളതാണ്. ഇതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല. ശരിയാണ്, ഭരണഘടനാപരമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് അല്ല. ശമ്പളത്തോളം കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് അല്ല. ശമ്പളം കൃത്യമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ഫണ്ടമെൻ്റൽ അടിസ്ഥാന റൈറ്റ് എന്ന് പറയാം, അവകാശം എന്ന് പറയാം.
അതുപോലല്ല, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി അവകാശമാണ്. പിന്നെ കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും സ്റ്റാറ്റ്യൂട്ടറി അവകാശമാണ്. പിന്നെ താങ്കൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത കള്ളം, മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കള്ളം. തലേ ദിവസം അത് 2 ദിവസം മുമ്പാണ് പിന്നെ നമ്മുടെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ മുഖ്യമന്ത്രി സത്യാഗ്രഹം എഴുതുന്നു. താങ്കളും പോയിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. മുഖ്യമന്ത്രി അവിടെ പറഞ്ഞു, ഞാൻ നേരിട്ട് കേട്ടതാണ്. മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ അതുവഴി പോയപ്പോൾ വാഹനത്തിൽ യാത്ര ചെയ്തപ്പോൾ കേട്ടതാണ്. മുഖ്യമന്ത്രി പറഞ്ഞു, അത് തനത് വരുമാനത്തിൽ നിന്നാണ് നമ്മൾ ശമ്പളവും മറ്റുമൊക്കെ കൊടുക്കുന്നത്, അതുകൊണ്ട് അതൊന്നും മുടങ്ങുന്നതുമായിട്ട് പ്രശ്നമില്ല. വായ്പ വേറെ രണ്ടായിട്ടാണ് സൂചിപ്പിച്ചത്. പക്ഷേ താങ്കൾ പറയുന്നു കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള 26,600 കോടി രൂപ കിട്ടിയാൽ മാത്രമേ ഇത് കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്നും കോടതിയിൽ പറഞ്ഞു. അതുപോലെ ഇന്ത്യൻ ശരാശരിയുടെ നമുക്ക് വരുമാനത്തിൻ്റെ നിങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാകുന്ന വരുമാനത്തിന് 50% കിട്ടേണ്ടതാണ്, മറ്റ് സ്റ്റേറ്റുകൾക്ക് കൊടുക്കുന്നു. അതുപോലെ GST 41% കിട്ടണം. ഇതെല്ലാം കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് എന്ന് പറയുന്നു. ഒറിജിനൽ സൂട്ട് OS 1/2024 എന്നുള്ള ഒരു കഥയും താങ്കൾ പറയുന്നുണ്ട്. ഈ കഥകളൊക്കെ പറയുമ്പോൾ ഇതിലൊരുപാട് കള്ളത്തരങ്ങൾ കിടപ്പുണ്ട്. എന്തിനങ്ങനെ ജനങ്ങളോട്, ഉദ്യോഗസ്ഥരോട് കള്ളത്തരം പറയുന്നു? സത്യം പറഞ്ഞാൽ മതി. സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, അല്പം സാവകാശം വേണം. ഇത് റൈറ്റ് തന്നെയാണ്, ജീവനക്കാരുടെ റൈറ്റ് തന്നെയാണിത്. അത് പക്ഷെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് അല്ല, ഒരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ്. അത് ഞങ്ങൾക്ക് സാവകാശം വേണം, പണത്തിന് പരിമിതിയുണ്ട് എന്ന് പറഞ്ഞാൽ ന്യായമായ ഒരു ഉത്തരമാകും, ഉദ്യോഗസ്ഥർക്ക് അത് മനസ്സിലാകും. അതേപോലെ തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റൈറ്റ് ആണ് എന്നുള്ള നിലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ ആണ് എന്ന് പറയുന്നത് ശരിയല്ല. അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ ആണെങ്കിൽ കൊടുക്കാതിരിക്കാം എന്നുള്ള ഒരു ധ്വനി കൂടി അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ലീവ് സറണ്ടർ, എത്ര കാലമായി ലീവ് സറണ്ടറിൽ നിങ്ങൾ കളിക്കുന്നു? ഫിറ്റ്മെന്റ് അലവൻസ് 15% നിന്ന് 10% കൊണ്ടുവന്നില്ലേ? സർവീസ് വെയിറ്റേജ് എന്ന് പറയുന്ന കാര്യം ഇപ്പോഴുണ്ടോ? ഇതെല്ലാം ചോദിക്കുമ്പോൾ ഒരു ഭരണകൂടത്തോടാണ് ചോദിക്കുന്നത്. KN ബാലഗോപാൽ എന്ന ധനമന്ത്രിയോടാണ് ചോദിക്കുന്നത്. വ്യക്തിപരമായി എനിക്ക് വളരെ അടുപ്പമുള്ള, എന്നെയും വ്യക്തിപരമായി അറിയാമെന്നുള്ള ആളാണ് KN ബാലഗോപാൽ. അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഞാൻ മറ്റൊരു UDFന്റെ ഡയറക്ടറായിട്ട് പോലും ഞാൻ മന്ത്രിയുടെ കൂടെ അനുവാദത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ കൊല്ലം ജില്ലയിൽ അദ്ദേഹം CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ മഴവെള്ള സംഭരണവും ഭൂജല പരിപോഷണത്തിൻ്റെയും നിരവധി ക്ലാസുകൾ, സെമിനാറുകൾ, ശില്പശാലകളൊക്കെ എടുക്കുന്നതിന് ഞാൻ പോയിരുന്നു. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത്, നമ്മളുടെ ഭരണം വരുമെങ്കിൽ, അന്ന് UDFന്റെ ഭരണമാണ്, നമ്മളുടെ ഭരണം വരുമെങ്കിൽ ഇതൊക്കെ വളരെ കൃത്യമായി നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിനുശേഷവും ഞങ്ങൾ കാണുകയുണ്ടായി, പല ആശയങ്ങളും കൈമാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കഴിയുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു, അതിനകത്തൊന്നും തർക്കമില്ല. അത് വേറൊരു മേഖലയാണ്. ഞാൻ പറഞ്ഞത് പരിചയമുണ്ടെന്നാണ്. പക്ഷേ ധനകാര്യമന്ത്രിയോട്, KN ബാലഗോപാൽ എന്ന വ്യക്തിയോടും CPMന്റെ സംസ്ഥാന DYFIയുടെ SFIയുടെ ഒക്കെ വലിയ നേതാവ് എന്നുള്ള നിലയിൽ എല്ലാ റെസ്പെക്റ്റും നിലനിർത്തുന്നു. പക്ഷെ ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ അങ്ങയുടെ ഈ വാക്കുകൾക്കൊക്കെ ഇപ്പോൾ നിരാശയാണ് ഉണ്ടാകുന്നത്. അങ്ങ് ഇങ്ങനെ ഹോംവർക്ക് ചെയ്താൽ പോരാ. ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റോ ഫണ്ടമെന്റൽ റൈറ്റോ അല്ല, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ് എന്ന് കോടതിയിൽ പറയുകയും ആ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്, ഞങ്ങൾ കുറച്ച് സാവകാശം വേണം എന്ന് പറയുകയും ചെയ്തെങ്കിൽ എത്ര മനോഹരമാകുമായിരുന്നു. അതിനു പകരം കേന്ദ്ര സർക്കാരിനെ പറയുക, അവരെ പറയുക, ഇവരെ പറയുക. കേന്ദ്ര സർക്കാരിനെ പറഞ്ഞാലൊന്നും എനിക്ക് യാതൊരു വിഷയമില്ല. പല രൂപത്തിലേക്ക് പറഞ്ഞ് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് തിരിയുമ്പോൾ അത് ഈ കാലഘട്ടത്തിൽ വളരെ ബൂമറാങ്ങായി തിരിച്ചടിക്കും. പ്രത്യേകിച്ച് ഐഷ പോറ്റി അപ്പുറത്ത് പോയി നിൽക്കുന്നത് കൂടി മനസ്സിലാക്കണം.